ബാബാന്ന് വിളിക്കാൻ ഞാൻ തോന്നുന്നു കോഴിയാ. നിങ്ങളെ സ്വഭാവമല്ല ചോദിച്ചത്. അണ്ണാ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാ മതിയെന്ന്. എന്തോന്ന് നിന്നാ മതി എന്ന്? ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു 2 ദിവസം നീ എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ ഈ കഥാപാത്രത്തെ വിശദമായി പഠിച്ചൊരു കലക്ക് 2 ദിവസം തന്നിരുന്നെങ്കിൽ പറഞ്ഞു തുലയ്ക്കുമെന്ന് എനിക്കറിയാമോ. ഒരു കാര്യം ഞാൻ പറയാം, ഓവർ ആക്ടിങ് ഒന്നും വേണ്ട. ക്രിസ്മസ് ആയിട്ട് അവക്ക് 25,000 രൂപയുടെ ചിട്ടി അടിച്ചിരിക്കുകയാണ്. 1000 രൂപ ചോദിച്ചിട്ട് അവൾ എനിക്ക് തരണില്ല. നിങ്ങൾ ഇത് എങ്ങനെയെങ്കിലും അഭിനയിച്ചു എനിക്കൊരു 10,000 രൂപ അടിച്ച് തരണം. ഓവറാക്ട് ചെയ്യണേ എപ്പോഴെന്ന് അറിയാമോ? നീ ലൈവ് കാണിച്ച് ഇവിടെ മെഴുകി നിൽക്കുമ്പോഴാണ് ഞാൻ ഓവറാക്ട് ചെയ്ത് ഇത് രക്ഷപ്പെടുത്താൻ നോക്കണത്. അണ്ണാ നിങ്ങൾ എന്റെ കൂടെ ഇത്തിരി നിന്ന് തരണം. എന്നാലും ഇത് ബാബു ആന്റണി ആയിട്ടൊക്കെ അഭിനയിക്കാന്ന് പറഞ്ഞാൽ ബാബു ആന്റണിയാ? അണ്ണാ സാന്റാക്ലോസ്. ശരി, ഓക്കെ. അപ്പൊ ഞാനൊരു ഐഡിയ പറയും. നിങ്ങൾ മാറി നിൽക്കുന്നു, അവള് വരുമ്പോൾ നിങ്ങൾ പ്രത്യക്ഷപ്പെട്ടാണൊക്കെ വരണം. ദൈവികത കുറച്ച് കൂടുതലാണ് അവക്ക്. അത് പ്രഭാ വലയം കാണും പറക. പിന്നല്ലേ അഭിനയിച്ച് കയറ്റിക്കൊള്ളണം. എങ്ങനെയെങ്കിലും 10,000 രൂപ മേടിച്ച് എനിക്ക് തരണം. ഈ ധൈര്യമായിട്ട് ഞാൻ ഏറ്റു. അവിടെ കിണറ്റിന്റെ ബാക്കിൽ ഒളിച്ചിരുന്നു. വിളിക്കാം ഇരുന്നോ. കാലിത്തൊഴുത്തിൽ പിറന്നവനെ, നന്മ നിറഞ്ഞവനെ. രാവിലെ ഒരു കാലിത്തൊഴുത്ത് ഉണ്ടാക്കാൻ പറഞ്ഞതാ, ഇത്രയും നേരമായിട്ട് അത് കഴിഞ്ഞില്ലേ? എന്റെ പൊന്നു സുഹൃത്തെ, രാവിലെ മുതൽ ഒരു കാലിത്തൊഴുത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഉണ്ണിയേശും ആടും ആട്ടിരമാരൊക്കെ എവിടെ? നീ എന്റെ അടുത്ത് എന്തിനാണ് പറഞ്ഞത് കാലിത്തൊഴുത്ത് ഉണ്ടാക്കാൻ? അപ്പൊ ഞാൻ കാലിയായ ഒരു തൊഴുത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിനക്ക് ആവശ്യമുള്ള ഐറ്റങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്ന് നിറയ്ക്കാം. ഒരു സാമാന്യ ബോധമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടോ മനുഷ്യ? എന്ത് നിങ്ങൾ കൂടി എനിക്ക് ഒരു ഉപയോഗം ഇല്ല. സ്കൂളിൽ പോയ 4 പിള്ളേർ നമ്മളെ വന്ന അതിനൊരു കുറവുമില്ല. നീ അങ്ങനെ സംസാരിക്കരുത് എന്റെ കൂടെ. എടി, ഞാൻ നിന്റെ പെണ്ണ് കാണാൻ വന്നപ്പോ നീ എന്റെ അടുത്ത് എന്തോന്ന് പറഞ്ഞത്? എന്തോന്ന് പറഞ്ഞു? എന്നെ എല്ലാ ദിവസവും ജോലിക്ക് വിടണം, എന്നെ വീട്ടിൽ അടച്ചിട്ട് വളർത്താൻ പറ്റത്തില്ല എന്ന്. അന്ന് മുതൽ ഇന്ന് വരെ നിന്നെ ഞാൻ ജോലിക്ക് വിടുന്നില്ലേ? അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞോ ജോലിക്ക് നിങ്ങൾ പോണ്ടാന്ന്? പറഞ്ഞില്ലല്ലോ. പിന്നെ മര്യാദക്ക് ജോലിക്ക് ഇറങ്ങി പോ മനുഷ്യ. ഒറ്റയ്ക്ക് ജോലി ചെയ്ത് ഞാൻ മടുത്ത്. എനിക്ക് വയ്യ ഇങ്ങനെ കിടന്ന് നരയിക്കാൻ. എന്റെ ഈ പ്രശ്നങ്ങളൊന്നും കേൾക്കാൻ ഇവിടെ ആരും ഇല്ലേ ദൈവമേ. ഞാൻ ഇത്രയും വിഷമിച്ച ഓരോ കാര്യങ്ങൾ പറയണ അങ്ങനെ അവിടെ നിന്ന് ചിരിക്കുന്നു. ഞാൻ ചിരിച്ചില്ല. ചിരി കേട്ടില്ലേ? അപ്പൊ ഇവിടെ ആരാ ചിരിച്ചേ? ഞാൻ കേട്ടില്ല. കള്ളം പറയല്ലേ ചേട്ടാ. എടി, എനിക്ക് ചിരി കേട്ടോളൂ. നിനക്ക് എന്തൊരു പറ്റിയത്? ചേട്ടാ, ഇവിടെ ആരോ ചിരിക്കുന്നുണ്ട്. കേട്ടില്ലേ? എന്റെ പൊന്നെ, ഞാൻ ഇവിടെ ഒരു ചിരി ഒന്നും കേൾക്കില്ല. നിനക്ക് വെറുതെ തോന്നിയതായിരിക്കുമെന്ന്. ആണോ? പിന്നെ